ഇറാനും യു.എസും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ചകൾ. ഈ ചർച്ച പൊളിഞ്ഞെന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. വലിയ വ്യോമസേനാ വിന്യാസമാണ് മേഖലയിൽ യു.എസ് നടത്തുന്നത്. പ്രമുഖ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 50-ലധികം യുദ്ധവിമാനങ്ങൾ യു.എസ് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. A-35, A-22, A-16 വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ യൂറോപ്പ് വഴി മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 2 വമ്പൻ വിമാനവാഹിനി കപ്പലുകളാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. 80 യുദ്ധവിമാനങ്ങളുള്ള USS എബ്രഹാം ലിങ്കൺ ഇറാൻ തീരത്ത് നിന്ന് 700 കിലോമീറ്റർ അകലെയാണ്. ഇറാന്റെ ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ, മിസൈൽ സംഭരണശാലകൾ, ആണവ കേന്ദ്രങ്ങൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം തുടങ്ങിയ സൈനിക കേന്ദ്രങ്ങളാണ് US ലക്ഷ്യമിടുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പേട്രിയറ്റ്, താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ഇവർക്ക് കഴിയും. ഈ വാരാന്ത്യത്തിൽ തന്നെ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി. പേർഷ്യൻ കടലിലേക്ക് USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ആർ ഫോർഡ് എന്നീ പടക്കപ്പലുകളെ ട്രംപ് അയച്ചിരുന്നു. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനായി ട്രംപ് നടത്തുന്ന ഈ നീക്കത്തിനെതിരെയാണ് ഖമേനിയുടെ പ്രതികരണം. കടലിൻ്റെ അടിത്തട്ട് വരെ ചെല്ലാൻ കരുത്തുള്ളതും ഏത് പടക്കപ്പലിനെയും തകർക്കാൻ ശേഷിയുള്ളതുമായ മാരക പ്രകരശേഷിയുള്ള ആയുധം ഇറാനുണ്ടെന്ന് ഖമേനി പറഞ്ഞു. ട്രംപ് പറയുന്നത് അമേരിക്കയ്ക്ക് ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യമുണ്ടെന്നാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യത്തിന് വരെ ചിലപ്പോൾ നല്ല തിരിച്ചടി ഏൽക്കും. USS ജെറാൾഡിനെ തകർക്കുന്ന AI നിർമ്മിത ചിത്രം പങ്കുവച്ചുകൊണ്ട് ഖമേനി ട്വിറ്ററിൽ കുറിച്ചു. ചർച്ചകൾക്കിടയിലും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈനികാഭ്യാസം തുടരുകയാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് അടച്ചുപൂട്ടുമോ എന്ന ആശങ്കയിലാണ് ലോകം. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഏക കടൽപാതയാണ് ഹോർമൂസ്. അതാണ് ഇതിൻ്റെ പ്രാധാന്യവും. ഏകദേശം 167 കിലോമീറ്ററാണ് ഈ കടൽപാതയുടെ നീളം. ലോകത്തിലെ എണ്ണ ഉപഭോഗത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഹോർമൂസിലൂടെയാണ്. അതായത് ദിവസേന 20 ദശലക്ഷം ബാരൽ എണ്ണ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആഗോളതലത്തിൽ കടലിലൂടെയുള്ള LNG വ്യാപാരത്തിൻ്റെ 25% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ വടക്കൻ തീരം. ഉപരോധമോ സൈനിക നീക്കങ്ങളോ ഉണ്ടായാൽ ഹോർമൂസ് അടച്ചുപൂട്ടുമെന്നാണ് ഇറാന്റെ ഭീഷണി. പാശ്ചാത്യ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ആയുധമായി ഇറാൻ ഹോർമൂസിനെ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈനികാഭ്യാസം നടത്തിയിരുന്നു. ഇറാൻ US രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്കിടയിലായിരുന്നു ഇറാന്റെ നീക്കം. USന്റെ സൈനിക നടപടി ഉണ്ടായാൽ ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈനിക നീക്കങ്ങളുമായി തിരക്കിട്ട് US മുന്നോട്ട് നീങ്ങുന്നതിനിടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഹോർമൂസിൽ സൈനികാഭ്യാസം നടത്തിയതെന്നാണ് ഇറാൻ വിശദീകരിച്ചത്.